ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പം ഞാൻ ബൈക്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവർ എപ്പോഴും അവിടെ റോട്ടിൻ്റെ സൈഡിൽ ഇറങ്ങി നിന്നിട്ട് പറയും ഇത്തിരി ആട്ടോ ഇങ്ങോട്ട് പറഞ്ഞു വിടണേന്ന് പറയും. ഉമ്മയാണ് കൂട്ടി നിൽക്കുന്നത്. കാര്യം എൻ്റെ വീട്ടിലുള്ളതായിരുന്നാലും വേറെ പുറത്തുള്ളവരായിരുന്നാലും ഞാൻ തള്ളമാരെ കുറ്റം പോലീസുകാർ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കൊടുക്കുന്നേക്കാൾ സെക്യൂരിറ്റിയോട് കൂടിയാണ് ഈ പയ്യനെ കൊണ്ടുപോയത്. മന്തി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴാണ് എല്ലാവരെയും കൊന്നു കഴിഞ്ഞിട്ടാണ് ആ പയ്യൻ സാധനം അവിടെ കൊണ്ട് വെച്ച ഉടനെ തന്നെ അവനെ അടിക്കുകയാണ് ചെയ്തത്. അവൻ്റെ മുറിവെന്ന് പറയുന്നത് ഈ പെടലിയിൽ ഈ തലേര ബാക്ക് സൈഡ് ഇവിടെ നിന്ന് ഇവിടം വരെ കീറിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കീറിയിട്ടുണ്ട്. ബ്ലഡ് എന്ന് പറയുന്നത് 2 ദിവസം ഫുള്ള് ബ്ലഡായിരുന്നു. ICUയിൽ വെച്ചിട്ട് പോലും ബ്ലഡ് ഇൻക്വസ്റ്റിന് എടുത്തപ്പോഴും ബ്ലഡ്, പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയപ്പോഴും ബ്ലഡ്, പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയതിന് ശേഷം ബ്ലഡാണ്. പിന്നെ നമ്മൾ കുളിപ്പിച്ച് തുടച്ച് പള്ളിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് തുടച്ചൊക്കെ എടുത്തതിന് ശേഷമാണ് ഇത്തിരി ബ്ലഡ് നിന്നത്. ഞാനവിടെ പോയിരുന്നു. പക്ഷേ ഞാൻ അതിനിടയ്ക്ക് തള്ളി കയറാൻ ശ്രമിച്ചില്ല. കാരണം അതിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ്. കാര്യം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പയ്യനെ പിന്നെ കാണണമെന്ന് തോന്നിയില്ല. മനസ്സുകൊണ്ട് മാത്രമല്ല, അത് പോലീസുകാർ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കൊടുക്കുന്നേക്കാൾ സെക്യൂരിറ്റിയോട് കൂടിയാണ് ഈ പയ്യനെ കൊണ്ടുപോയത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇത് കിടന്ന് തള്ളണ്ട എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാത്തതാണ്. ഇപ്പോൾ 2-3 ചാനലുകാർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് എനിക്കിപ്പോൾ പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണെന്ന് പറഞ്ഞു. കാര്യം അവിടെ പ്രതികരിക്കാൻ ആരും ഇല്ലായിരുന്നു. കാരണം ഇതെല്ലാം ബന്ധുക്കാരെയാണ് കൊന്നിരിക്കുന്നത്. ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ പെങ്കൊച്ച്, ഇത്തിരി വേറെ ഒന്നും ഉള്ളത്. അപ്പം അത് വെഞ്ഞാറുമുട്ടിലൊക്കെ കൊണ്ട് ചെല്ലണമെങ്കിൽ മാത്രമേ അത് പ്രതികരിക്കാൻ അവിടെ ആൾ കാണുള്ളൂ. ഇവിടെ ഇപ്പം അടിച്ച് കൊന്നെന്ന് പറയുന്നത് അവൻ്റെ ഇളയ സഹോദരനും ഉമ്മയുടെ കഴുത്തിൽ ആദ്യം ഷാളിട്ട് ഞെക്കി കൊന്നിട്ട് ചാവാത്തോണ്ട് പിന്നെ ചിറ്റലിന് അടിച്ചെടുത്ത് തള്ളിയിട്ടിട്ട് പോയി കതവ് പൂട്ടിയിട്ടാണ് അവൻ പോകണം. ലാസ്റ്റിൽ പോയി മന്തി വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ട്. ഇങ്ങനെയൊക്കെ ഈ ഒരു ആദ്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു കടുത്ത ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പിന്നീട് മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ലഹരിയിലൊന്നും അല്ല ചെയ്തതെന്നാണ്. അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പറ്റുന്നത് ഇത് ലഹരി ഇല്ലാതെ അത് സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ പറയുന്നതാണ് പോയിന്റ്. ഇത് യഥാർത്ഥത്തിൽ ആദ്യം പിടിച്ചപ്പോൾ പോലീസ് തന്നെ പറഞ്ഞിരുന്നു ചാരായവും മയക്കുമരുന്ന് ഉപയോഗിച്ചതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കൊന്നതെന്ന് പോലീസുകാർ തന്നെ പല പത്രത്തിലും TV-യിലും ചാനലിലും പറഞ്ഞിരുന്നു. പിന്നെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞു അവർ മയക്കുമരുന്നേ ഉപയോഗിച്ചിട്ടില്ല, മദ്യം മാത്രമേ കുടിച്ചിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ CCTV ക്യാമറയിൽ കാണിച്ചിട്ടുണ്ട്. മദ്യം വാങ്ങിക്കാൻ പോണതും പറഞ്ഞതൊക്കെ CCTV ക്യാമറയിൽ കാണിച്ചിരുന്നു. പിന്നെ അടുത്ത റിപ്പോർട്ട് വന്ന ഒരു 3 ദിവസം മുമ്പ് ഞാൻ മനോരമ പത്രം എടുത്ത് വായിച്ചു നോക്കി, മനോരമയിലാണ് കണ്ടത്. അതിൽ മദ്യവും ഉപയോഗിച്ചിട്ടില്ല, ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു മറിച്ചിലാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതാണ്. അതായത് ലഹരിയുടെ പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഗവൺമെൻറ്റിന് ഒരു തലവേദനയാവും. ലഹരി എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ ലഹരിയിലേക്ക് പോയി ഇതേപോലെ കൊലപാതകങ്ങൾ കൂടുതൽ നടക്കുന്നുള്ളതുകൊണ്ട് എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മറിച്ച് മാറ്റി എഴുതിയതാണെന്നേ ഞാൻ പറയുള്ളൂ. ഇല്ല, സാധാരണ സ്വയബോധത്തിൽ ഒരു മനുഷ്യനും ഒരാളെ കൊല്ലാനേ പറ്റുള്ളൂ. ഒരു പക്ഷേ എന്തെങ്കിലും അതിര് തർക്കത്തിനോ മറ്റെന്തെങ്കിലും പെണ്ണ് കേസിലോ പൈസയുടെ കേസിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തള്ളിയിട്ടാൽ അത് ഒരാളെ കുത്തിയിട്ട് കഴിച്ച് ഓടുകയോ ചിലപ്പം ഒരാളെ കൊല്ലുകയോ മാത്രമേ ചെയ്യുള്ളൂ. ഇത്രയും കിലോമീറ്ററോളം പാങ്ങോട്ട് പോയി കൊന്നിട്ട് തിരിച്ചിവിടെ വന്ന് സ്വന്തം വലിയാപ്പായെയും വലിയമ്മയെയും വലിയാപ്പായെ കൊന്ന് വലിയമ്മ കണ്ടു. ഉടനെ വലിയമ്മയെ അടിച്ച് സിറ്റിയിലിരുത്തി കൊന്നിട്ട് തിരിച്ചുകൂടെ വന്നിട്ട് ഉമ്മായെ അടിച്ച് കൊന്ന് കതവ് പൂട്ടിയിട്ട് പോയി. മൃഗീയമ്മ ചുറ്റിയിലുണ്ട് അടിച്ചെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചിറ്റയിലാണ്. ഇങ്ങനെ ആ പെങ്കൊച്ചിൻ്റെ ആദ്യത്തെ അടി ഇവിടെയാണ് അടിച്ചിക്കണ, അങ്ങനെ മോന്തയിൽ പല്ലും വായും എല്ലാം കൂടെ ഇങ്ങനെ കീറിയിരിപ്പുണ്ട്. പിന്നെ അതൊന്ന് കഴുത്തിൻ്റെ അവിടെ അങ്ങ് താന്നിട്ടുണ്ട്. പിന്നെ ഈ നെറ്റിയുടെ അവിടെ ഒരു 3-4 അടി, അടിയെന്ന് പറഞ്ഞാൽ ഒരടിയല്ല, ഒരടിയിൽ തന്നെ 3-4 അടി ചേർത്ത് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നെറ്റി ഭാഗമൊക്കെ പൊളന്ന് മാറിയിട്ടുണ്ട്. ആ കൊച്ചിൻ്റെ മുഖം ഏറ്റവും കൂടുതൽ വികൃതമായ പെങ്കൊച്ചിൻ്റെ മുഖമാണ്. പക്ഷേ ആ കൊച്ച് ആവശ്യമില്ലാത്തൊരു പണിയാണ് ഇത്. അതിനുള്ള പക്വതയായില്ല. ഈ പെങ്കൊച്ചിൻ്റെ കൂടെ ജീവിക്കാനുള്ള പക്വത ഈ പയ്യനായില്ല. ഇപ്പോഴത്തെ കോഴിയിറച്ചിയുടെ ഇതുകൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ വളർന്നിരിക്കണം. അവരിവിടെ കിടന്ന് ഈ നമ്മളെ മുറ്റത്ത് കിടന്ന് ഓടി വളർന്നൊരു പയ്യനാണ്. ഈ അടുത്ത കാലത്ത് ഇവർക്ക് ഈ ഗൾഫിൽ നിന്ന് ആക്സിഡന്റിൽ കിട്ടിയ അതാണ് ചോദിക്കാനായിട്ട് വന്നത്. ഈ ഇവര് തൊട്ടടുത്തായിരുന്നല്ലോ വർഷങ്ങളായിട്ട് നമ്മളെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു, നമുക്ക് അറിയാമായിരുന്നു. അല്ല ഈ അന്നൊന്നും ഈ പിള്ളേർ നല്ല പിള്ളേരായിരുന്നു, പിള്ളേരൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ അറിവിൽ അവൻ വീഡിയോ വലിക്കണമെന്ന് കണ്ടിട്ടില്ല, വെള്ളം അടിക്കണമെന്ന് കണ്ടിട്ടില്ല. ഇവിടെ പേരുവല ഈ ജംഗ്ഷനുമായിട്ട് വലിയ ബന്ധമില്ല. ഞാൻ കാലത്തും വൈകിട്ടും ഈ വാർഡും പഞ്ചായത്തും മൊത്തത്തിൽ ഒരുവിധം കറങ്ങുന്നവരാണ്. ഇപ്പോഴും ഒരു മരുപ്പിന് പോയിട്ട് ഇവിടെ വന്ന് കയറിയതേ ഉള്ളൂ. രാവിലെ 5 മണിക്ക് ഇവിടെ നിന്ന് കഴിച്ച് പോയതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പയ്യൻ
ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പം അവൻ സാധാരണ സൽസ്വഭാവമായിട്ട് ചെയ്യാൻ ഒരു ബാധ്യതയും കാണുന്നില്ല. പൈസ കടമുണ്ടെങ്കിലും ഈ പെങ്കൊച്ചിനെ കൂടെ കൊല്ലേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അവൻ ആത്മാർത്ഥമായി പ്രേമിച്ചത് കൊണ്ട് ആ പെങ്കൊച്ചിനെ ഇനി ആരെങ്കിലും കൊണ്ടുവെക്കളയുമെന്ന് വിചാരിച്ച് കൊന്നിരിക്കാം. എന്നാലും അത് കൊല്ലേണ്ടതില്ല. അവൻ സ്വയബോധത്തിലാണെങ്കിൽ ഈ 5 പേരെയും വന്ന് ഓരോരുത്തരും ഇങ്ങനെ കൊന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹം എപ്പോഴും നോക്കിയാലും ഈ ബുള്ളറ്റിൻ്റെ പിറകെ ഈ അനിയൻ ചെറുക്കം കാണും. അതേപോലെ ഇവൻ്റെ ഈ അഫ്വാൻ എന്ന് പറയുന്നവൻ്റെ മാമ എന്ന് പറഞ്ഞാൽ ഷമീർ അവരാണ് ഈ കുടുംബ വീട്ടിൽ താമസിക്കുന്നത്. ഈ ഷമീറിന് 2 പെങ്കൊച്ചുകളുണ്ട്. അതിനെയും ബൈക്കിലെടുത്തിരുത്തി കൊണ്ട് പോകുമായിരുന്നു എപ്പോഴും. പക്ഷേ ഞാനിത് ഒരു പെങ്കൊച്ച് മരിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ആ കൊച്ചായിരിക്കുമെന്ന്. പിന്നീടാണ് അറിയുന്നത് ഈ കൊച്ച് വേറെയാണെന്ന്. ഞാൻ അപ്പോഴും അൽഫാസ് മീഡിയ പറഞ്ഞു ഇപ്പം മരിച്ചത് അരിപ്പുറത്ത് മരിച്ചതെന്ന് പറയണത് ഈ റഹീം എന്ന് പറയുന്ന ഇവൻ്റെ വാപ്പായാണ്. വാപ്പാടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് മരിച്ചത്. അതും നമ്മളെ ബന്ധുക്കാരാണ് പറഞ്ഞു വരുമ്പോൾ ഈ മരിച്ച. ഇതിനകത്ത് ഈ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇവരെ ഈ കുട്ടിക്കാലം മുതലേ ഈ അഫാന്റെ അമ്മയെ നേരിട്ട് അറിയാലോ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ അറിയാം. തൊട്ടടുത്ത വീട്ടിലായിരുന്നല്ലോ താമസിച്ചു. അവർക്ക് അന്ന് കടങ്ങളൊന്നും ഇല്ല. അവർ സാധാ ജീവിതമായിരുന്നു. ഒരു കൊച്ചു മണ്ണ് വെച്ച വീടും അതിൽ 2-3 റൂമും അതിൽ ഇവരെല്ലാവരും ആ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ അഫാൻ്റെ ഉമ്മ, അനിയത്തി ഒരു കൊച്ചുണ്ട്. അനിയത്തി ഇവരെല്ലാം ഒരുമിച്ചാണ് ആ വീട്ടിൽ. ഈ ഷമീർ എന്ന് പറയുന്ന മാമ, ഗൾഫിൽ പോയ പയ്യൻ, ഇവരൊക്കെ ഒരുമിച്ചാണ് ജീവിച്ചത്. പിന്നെ ഗൾഫിൽ പോയി ഈ ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന അഫാൻ്റെ കൊച്ചുമ്മ, ഉമ്മയുടെ അനിയത്തി, അവരെ കല്യാണം കഴിച്ച് അയച്ച് പോയിട്ട് പിന്നെ ഇവർ മാത്രമേ ഇവിടെ. അപ്പോൾ ഈ ഗൾഫിലെ പൈസയും മറ്റേ റഹീം ഗൾഫിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ചതിന് ശേഷമുള്ള പൈസ എല്ലാം കൂടെ ഇട്ടാണ് ഈ വീട് വസ്തു മാറ്റി വീട് വെച്ചത്, അങ്ങോട്ട് മാറിയത്. അതിനുശേഷം ഇവരെ ജീവിത പ്രശ്നങ്ങളൊന്നും നമുക്ക് അറിയാനാകില്ല. ഞാൻ അങ്ങോട്ടോ പോകുമ്പം, ഞാൻ ബൈക്കിൽ അങ്ങോട്ടോ പോകുമ്പോൾ ഇവർ എപ്പോഴും അവിടെ റോട്ടിൻ്റെ സൈഡിൽ ഇറങ്ങി നിന്നിട്ട് പറയും ഇത്തിരി ആട്ടോ ഇങ്ങോട്ട് പറഞ്ഞു വിടണേന്ന് പറയും. കാര്യം ഇവർ എൻ്റെ അറിവിൽ വലുതായിട്ട് ബസ് യാത്ര ചെയ്തിട്ടില്ല. ഇവർ കൂടുതലും വണ്ടി വിളിച്ച് യാത്ര ചെയ്യാറേ ഉള്ളൂ. അങ്ങനെ കൂടുതൽ കടങ്ങൾ വരാം. നമ്മൾ പരിമിതിക്കനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ഇപ്പം തന്നെ പോലീസുകാർ പറയുന്നുണ്ട് പയ്യൻ ബെറോട്ടയും ചിക്കനും പൊരിച്ചത് മാത്രമേ കഴിക്കുകയുള്ളൂ. ഉച്ചയ്ക്ക് ഈ മീനും ഉച്ചയ്ക്ക് അവിടെ വേവപ്പില്ല. യഥാർത്ഥത്തിൽ ആവശ്യത്തിനുള്ള വേവിക്കാറുള്ളൂ. ബാക്കിയെല്ലാം അവർ പുറത്തുനിന്നാണ് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ 50,000 രൂപ കടം വന്നാൽ ഈ 50,000 രൂപ കടം തീർക്കാൻ 1 ലക്ഷം വാങ്ങിക്കേണ്ടി വരും. പിന്നെ വേറെ എന്തെങ്കിലും തരികട ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഈ ഭക്ഷണം കഴിക്കുന്നതെല്ലാം പുറത്തുനിന്നാണ്. പിന്നെ എല്ലാം ആഡംബര ബൈക്ക് അവൻ്റെ ആദ്യം മാമാക്കുള്ളായിരുന്നു. പിന്നെ അത് എത്തുകൂടെ വേറെ അത് കൊടുത്തിട്ടാണ് വേറെ വാങ്ങിച്ച. അവൻ്റെ മാമ കളിപ്പിൽ പോകുന്ന എടുത്ത് കൊടുത്തിട്ട് മൊബൈൽ 1.25 ലക്ഷം രൂപ മൊബൈലൊക്കെ ഉണ്ടെന്നാണ് ഇവർ 2-3 തവണ ഗൾഫിൽ പോയിട്ടുണ്ട് കുടുംബത്തോടു കൂടി. ഈ കൊറോണ സമയത്ത് തന്നെ അവർ പോകാൻ നിന്നപ്പോൾ ഒരാൾക്ക് കൊറോണ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ച് പിന്നെ അവർ ഒരുമിച്ച് പോയി. അങ്ങനെയൊക്കെ ഒരുപാട് ബാധ്യതകളുണ്ട്. ഈ റഹീമിൻ്റെ വാപ്പ പറയുന്നത് കുറച്ച് കടങ്ങളെ ഉണ്ടെന്ന് പറയണമെങ്കിലും അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് പേർക്ക് കൊടുക്കണ്ട, ആരും പുറത്ത് പറയുന്നില്ല. ഈ കടങ്ങൾ പലരെയും ചോദിച്ചിട്ടുമുണ്ട്, പലരെയും മാറ്റിയിട്ടുണ്ട്, മാലസഹിതം പലരെയും മാറ്റിയിട്ടുണ്ട്. പക്ഷേ പുറത്ത് പറയാത്തതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുറത്ത് പറഞ്ഞാൽ അവരും കൂടെ ഈ കേസിൽ ഇനി കോടതി കയറി ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ആരും ഈ പൈസയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയി പറയാത്തതും. പോയത് പോട്ടെ, ഇനി അതിൻ്റെ പുറകെ ഞങ്ങളും കൂടെ ഈ കൊലപാതക കേസിൽ കോടതിയിൽ കയറി ഇറങ്ങണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഈ അഫാൻ്റെ വാപ്പ റഹീമിനെന്ന് പറഞ്ഞ കക്ഷിക്ക് അത്ര അറിയില്ല എന്തൊക്കെ കടങ്ങൾ. കുറച്ച് കടങ്ങളെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ കടമുണ്ട്. കടത്തിൻ്റെ പേരിൽ ഒരിക്കലും ഇങ്ങനെ കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കടമുണ്ടെങ്കിൽ കടം വീട്ടാൻ വഴിയുണ്ടല്ലോ. അത് അവർ വീട് വിൽക്കാൻ ഇട്ടിരിക്കണമെന്ന് പറഞ്ഞു. വീട് വിറ്റാലും കടം തീർത്തൊക്കെ ഉള്ളു അവിടെ. ഈ അഫാന്റെ ഉമ്മയൊക്കെ നേരത്തെയൊക്കെ സംസാരിക്കുകയും മിണ്ടൊക്കെ ചെയ്യുന്ന ആളല്ലേ? ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല പെങ്കൊച്ചിൻ്റെ പേരിൽ മോശമായിട്ട് ഒരു അഭിപ്രായമൊന്നും പറയാൻ നമുക്ക് പറ്റൂല. പിന്നെ ഈ ആർഭാടത്തിലേക്ക് വന്നത് ഈ പിള്ളേർ വലുതായതിനു ശേഷമാണ്. ഇവർ വീട് വെച്ച് മാറിയതിന് ശേഷം വീട് കൂട്ടുന്നതെന്ന് ഇപ്പോൾ അഫാൻ തന്നെ പറയുന്നത്. അത് ഉമ്മയാണ് കൂട്ടി നിൽക്കുന്നത്. കാര്യം എൻ്റെ വീട്ടിലുള്ളതായിരുന്നാലും വേറെ പുറത്തുള്ളവരായിരുന്നാലും ഞാൻ തള്ളമാരെ കുറ്റം പറയുള്ളൂ. മക്കൾ കുറ്റം ചെയ്താൽ കുറച്ചെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മക്കൾ അന്ന് 10,000 ചോദിക്കുമ്പോൾ ഉടനെ ഇവിടുന്ന് കടം വാങ്ങിച്ച് അമ്മ കൊടുക്കുമ്പോൾ മക്കൾക്ക് അത് ലാളമാകും. പിന്നെ അവർ ഇതിങ്ങനെ വാർത്തിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൊടുത്തില്ലെങ്കിൽ തള്ള അടിക്കും. തള്ള എന്നുള്ള വിഷയം വരില്ല, മറക്കും. അത് നമ്മൾ പിടിച്ച് നിർത്തി 10 കൊടുക്കാനുള്ളടുത്ത് 5 കൊടുത്ത് ഇങ്ങനെയൊക്കെ ഉള്ളു ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ പിള്ളേരത് പഠിക്കും. എൻ്റെ വീട്ടിൽ ഒരു മോനുണ്ട്. ഞാൻ ആവശ്യത്തിന് അധികം എല്ലാവരും ചോദിക്കാറില്ല. പക്ഷേ ഈ ആദ്യ കാലത്തൊക്കെ ഇവിടെയൊക്കെ വളരെ ലളിതമായുള്ള ജീവിതം. അതേ അങ്ങനെയുള്ള സാമ്പത്തികം അങ്ങനെയുള്ളായിരുന്നു.
വാപ്പയ്ക്ക് ഈ അഫാന്റെ ഉമ്മയുടെ വാപ്പയൊക്കെ എങ്ങനെയൊക്കെ വല്ല സാധാരണക്കാരാണ്? വാപ്പ എന്ന് പറയുന്നത് അവർ ഒരു ഫാമിലി ഇത്തിരി പൈസക്കുള്ള പാർട്ടിക്കാരാണ്. പാങ്ങോട്ട് പാർട്ടിക്കാരനാണ്. ഇവിടെ വന്ന് സംബന്ധം കഴിച്ചതിന് ശേഷം നമുക്കറിയാവും ഈ റഹീം എന്ന് പറഞ്ഞ കക്ഷി. അയാൾ പാങ്ങോട് കീഴേപ്പള്ളിയുടെ സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബസ്ഥലം. അപ്പോൾ അവർ ഇവിടെ വന്ന് പോകാൻ കഴിച്ചതിന് ശേഷമേ നമുക്ക് അവരുമായിട്ടുള്ള ബന്ധമുള്ളൂ. ഈ അർഫാന് ഇപ്പം ഈ 5 പേരല്ലാതെ പിന്നും 1-2 പേരെ ഇതുവരെ കൊല്ലണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ അറിവിൽ ഇല്ല, ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷേ ഇതിങ്ങനെ ടി വിയിലും വാർത്തയിലും ഇങ്ങനെ പറഞ്ഞ് ഇനി 2 പേരുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നവൻ്റെ മാമായ അടിക്കണമെന്നൊക്കെ പറഞ്ഞു നിന്നൊക്കെയാണ് ഇങ്ങനെ ടി വികളിൽ പലതും പറഞ്ഞത്. പക്ഷെ പല റിപ്പോർട്ടാണ് പറയണത്. കാര്യം ആരെയെങ്കിലും അറിഞ്ഞുകൂടാതെ കേട്ട് അത് കിട്ടിയ ഉടനെ അവർ വരെ കൊല്ലാൻ ശ്രമിച്ച ആ സമയത്ത് അദ്ദേഹം തളർന്നു പോയി. അർഫാൻ തളർന്നു പോയത് കൊണ്ടാണ് പിന്നെ ബാക്കി കൊലപാതകങ്ങൾ നടത്താത്തത്. തളർന്നല്ല, അങ്ങനെയൊന്നുമല്ല, അത് ചുമ്മാ തളർന്നൊന്നുമല്ല. അത് ഇവിടെ കൊന്നപ്പോൾ ഇനി വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ട് കാര്യമില്ല. ഒരാളെ കൊന്ന ഒരാൾ കാണുമെന്ന് വിചാരിച്ചാണ് ആ രീതിക്കുള്ള അടിയാണ് അടിച്ചത്. പുറത്ത് ആക്കും വിളിക്കാൻ പോലും ഇല്ല. തൊട്ട് അപ്പുറവും ഇപ്പുറവും വീട്ടിൽ ആളുവാസം ഉണ്ടായിട്ട് പേരുമല ജംഗ്ഷനിൽ നടന്നിട്ട് ആ വീട്ടിൽ നടന്നിട്ട് അപ്പുറവും ഇപ്പുറവും താഴെ വീട്ടിൽ ആളുണ്ടായിട്ട് പോലും അവരറിഞ്ഞില്ല എന്ന് പറയുമ്പം ഈ 3 പേരെ ഈ ഇത്രയും ഉണ്ടാക്കിയിട്ട് അവർ ഒരു അനക്കം പോലും കേട്ടില്ല എന്ന് പറയുമ്പം